അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇതെവിടെയാണെന്നുള്ളത്. പറയേണ്ടതില്ലല്ലോ. നമ്മൾ വെറുതെ ഒന്ന് സിറ്റിയിലോട്ട് ഇറങ്ങിയപ്പം ജസ്റ്റ് ഒന്ന് പത്മതീർത്ഥക്കുളം ഒന്ന് കണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ഇത് കണ്ടോ, അവിടെ കമ്മൽ കാണുമെങ്കിൽ നമ്മുടെ പൊണ്ടാട്ടി കമ്മലിലോട്ടായിരിക്കും. എന്ത് സാധനം കണ്ടാലും പിന്നെ വാരിപ്പിറക്കിയൊരു ഓട്ടമാണ് കേട്ടോ. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ട്. പൊതുവേ അവിടെ വില കുറവുമാണ്, നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ കിട്ടുകയും ചെയ്യും. വളകളായാലും കമ്മലുകളായാലും വേറെ എന്തായാലും തൊപ്പി ചെരുപ്പ് അങ്ങനെയൊക്കെ ഏകദേശമുള്ള കാര്യങ്ങളും നല്ല അഫോർഡബിൾ റേറ്റിൽ അവിടെ കിട്ടും കേട്ടോ. നമ്മൾ പിന്നെ ചുമ്മാ ഒന്ന് പോയപ്പോൾ ഇട്ട് നോക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റാണ് ഈ വളയും കാര്യങ്ങളൊക്കെ. നമ്മൾ പിന്നെ പോയി അവിടെ കുറേ നേരം കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം നമ്മൾ ആ പത്മതീർത്ഥക്കുളത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, അവൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു, ഞാൻ വീഡിയോ അങ്ങോട്ട് എടുത്തു. അവിടെ നല്ല ഒരു പ്രത്യേക വൈബാണ് ചെന്നിരിക്കാനും പോയാലും ഒക്കെ. പിന്നെ നമ്മൾ നേരെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് പേർക്ക് വീഡിയോയും എടുത്തു കൊടുത്തു ഇതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ കുറച്ച് സെൽഫിയും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്, ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ പോയത് ഏകദേശം ഒരു 12 മണിയോടനുബന്ധിച്ചായി അവിടെ എത്തിയപ്പം. പിന്നെ മൊത്തം പിന്നെ ആ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് പോകാം, വേറെ ഇനി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് നടന്നിട്ട് ആ ബാഗൊക്കെ നോക്കുന്നതാണ് കേട്ടോ. ബാഗൊക്കെ നല്ല വില കുറവാണ്, നല്ല കളക്ഷൻസും ഉണ്ട്, ഒത്തിരി നല്ല കളക്ഷൻസും ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ വേറെ ഏതോ ഒരു ചേച്ചിയും കൂടെ വന്ന് ആ സമയത്തൊന്ന് നോക്കുന്നുണ്ട്. അവർ മേടിച്ചു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യലായിട്ടുള്ള മഹാബോളി കടയിലോട്ട് പോയി മഹാബോളി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല നല്ല ടേസ്റ്റാണ്. പക്ഷേ പായസം ഞങ്ങൾ മേടിച്ചില്ല, വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബോളി മാത്രം മേടിച്ചിട്ട് കഴിച്ചു. പിന്നെ ഈ കാണുന്നത് പോലെ അവിടെ ഒരു സ്കൂബ ഐസ്ക്രീം 30 രൂപയാണ്. നമ്മൾ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറിയുടെ ആണെന്ന് തോന്നുന്നു, ചെറിയാണ് സ്ട്രോബെറി ഏതോ ഒരു ഐറ്റം, നമ്മുടെ ഐസ്ക്രീം നമ്മൾ ഒരു സ്കൂബ് 30 രൂപയാണ്. നമ്മളത് മേടിച്ച് കഴിക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താണ് കഴിച്ചത്. അതിൻ്റെ ആവശ്യമുള്ളൂ. പോരാത്തതിന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു, തൊണ്ടയ്ക്ക് കുറച്ച് പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്തുകൊണ്ട് അവളാണ് കൂടുതലും കഴിച്ചത്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഐസ്ക്രീം, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ഐസ്ക്രീമായിരുന്നു. പോകുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കഴിക്കണം, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതും കൂടെ കഴിക്കണം. പിന്നെ മഹാബോളി വന്നു, പിന്നെ ബോളി ഐസ് ഒഴിച്ചില്ല, ജസ്റ്റ് വെറുതെ തിന്നാനോ നല്ല ടേസ്റ്റാണ്. അത് നിന്നിട്ടുള്ള എക്സ്പ്രഷനായി കാണിക്കുന്നത് നല്ലൊരു ഐറ്റം തന്നെയാണ്. ട്രിവാൻഡ്രത്ത് വന്നാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ബോളിയും പാൽപ്പായസവും. നമ്മൾ പാൽപ്പായസം വാങ്ങിയില്ല, അത്രയേ ഉള്ളൂ. അവളതും കൂടെ ഞാനാണ് കഴിച്ചത്, കാരണം അവളൊരു ഐസ്ക്രീം ഫുള്ള് കഴിച്ചല്ലോ. അതുകൊണ്ട് ഞാനും അവളിൽ നിന്നാണ് കുറച്ച് ബോളി എടുത്ത് അവൾ വായിലും വെച്ച് തരുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഹെൽമെറ്റ് ഒന്നും ഇടാനുള്ള സമയം കിട്ടില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു യാത്രയായിരുന്നില്ലേ, അതുകൊണ്ടാണ്. നല്ലൊരു യാത്രയുമായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്ന സ്ഥലങ്ങളിലായിരിക്കും കുറച്ച് നല്ല വൈബും